ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് നോക്കുമ്പോൾ ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള ആ ഒരു മൊമെൻറ്റ്സാണ് കൂടുതലായിട്ട് കാണുന്നത്. സാധാരണ പ്രേക്ഷകർക്ക് ക്രിഞ്ചിയാണ്. റിലേഷൻഷിപ്പിൻ്റെ ഏത് തലത്തിൽ നിന്നാണ് അവർ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സദാചാര അമ്മാവന്മാർക്കും അമ്മായിമാർക്കും തീരെ താല്പര്യമില്ലാത്ത ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ലൈവിൽ കണ്ടത്. കാരണം അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയമാണ്, അതൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പാണ്, അത് കുൽസിതമാണ് എന്നൊക്കെ പറഞ്ഞു പരത്തുന്ന ആ ഒരു പറച്ചിലുകൾക്കിടയിൽ ബിഗ് ബോസ് ലൈവിൽ ഇത്തരത്തിലുള്ള പറച്ചിലുകൾ ഷെയർ ചെയ്യുന്നത് അവർക്ക് താല്പര്യമുള്ള ഒരു സംഗതിയായിരിക്കില്ല. ഇവിടെ ജാസ്മിൻ എടുത്തു പറഞ്ഞ ഒരു സംഗതിയുണ്ട്. താൻ ഒരു അന്യജാതിക്കാരനെ വിവാഹം കഴിക്കില്ല, വിവാഹത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ വേറെയാണ്, താൻ ഗബ്രിയെ അത്തരത്തിൽ നോക്കിക്കാണുന്നില്ല. അതേപോലെ ജാസ്മിൻ പറഞ്ഞൊരു സംഗതിയുണ്ട്, ഞാനും ഗബ്രിയും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. ഇത്തരത്തിൽ രണ്ടാളുകൾ ചേർന്നിരിക്കുന്ന സമയത്തോ അവർ കൈ കോർക്കുന്ന സമയത്തോ അവർ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്തോ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് ഈ ഒരു രീതിയിൽ മാത്രമേ പുറത്തു പോകൂ. അത് അങ്ങനെ പുറത്തു പോകുന്നത് തനിക്കറിയാം. ഈ ഒരു ചോദ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് റോക്കിയാണ്. അപ്പോൾ റോക്കി ചോദിക്കുന്നുണ്ട്, ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പല ആവർത്തി എന്താണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടും ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇവിടെയുള്ള ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് ഇവർ കൈ പിടിക്കുന്നതും ചേർന്നിരിക്കുന്നതും രാത്രി ഒത്തൊരുമിച്ചിരിക്കുന്നതും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കാഴ്ചകൾ കണ്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളിലേക്ക് എന്താണെങ്കിലും ജാസ്മിൻ ജാഫറിൻ്റെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ എത്താനായിട്ട് ഒരു സാധ്യതയുമില്ല. അത്തരത്തിലുള്ള പറച്ചിലുകൾ എത്തിയാലും അവർക്കത് കേൾക്കേണ്ടത് ഉണ്ടാവില്ല. അതേപോലെ ജാസ്മിൻ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഗതിയുമുണ്ട്. ഈ കൈ കോർക്കുന്നതും അതേപോലെ തന്നെ ചേർന്നിരിക്കുന്നതുമൊക്കെ തനിക്കേറെ വിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഗബ്രി, അതുകൊണ്ടാണ്. അവിടെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം എടുക്കില്ല. അത് ഗബ്രിയും പറയുന്നുണ്ട്. തൻ്റെ ഉള്ളിൽ ഒരു പ്രണയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ജാസ്മിൻ്റെ കയ്യിൽ ഇത്രയധികം ക്ലോസ് ആയിട്ട് താൻ പിടിക്കില്ല. ഈ കഴിഞ്ഞ ദിവസം ശരണ്യ ഇതേ ബന്ധത്തെക്കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. റോക്കി, ഋഷി അങ്ങനെയുള്ള ആളുകൾ ഗെയിമിൻ്റെ ഭാഗമായി ഇത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉള്ളിലുള്ള സദാചാര ചോദ്യങ്ങളാണ് പലപ്പോഴും കൂടുതലായി പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ സിജോ, ശ്രീരേഖ, അതേപോലെ തന്നെ സിജോ വേറെ പല ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത ഗബ്രി, അതേപോലെ തന്നെ ജാസ്മിൻ, ഇവരുടെ ആ ഒരു ഗെയിം അത് വേറൊരു രീതിയിലാണ്. അതൊരു ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നോക്കിക്കാണുന്നത്. അവർക്കത് സംസാരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. തങ്ങളുടെ കൂടെയുള്ള കണ്ടസ്റ്റൻസ് ഒരു ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരസ്പരം അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അതൊരു സദാചാരം ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ട് സിജോ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ശ്രീതു, സിജോ, ശരണ്യ എന്നിവർ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ ജാസ്മിൻ ഗബ്രി കിടന്ന സമയത്ത് മുറി പങ്കിട്ടു എന്നുള്ള ഒരു രീതിയിലേക്കാണ് അമ്മാവന്മാർ അതിനെ പുറത്തേക്ക് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇവരുടെ റൂമിൽ ഇവർ കിടക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ഗെയിമിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഗബ്രി സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ലൈവിൽ ഈ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് റോക്കി ചോദിക്കുന്നത്, നീ കോർണറായി പോകുന്നില്ലേ? അത് ഇന്നലെ തൊട്ടുള്ള ഒരു ആരോപണമാണ്. ഗബ്രി ഒരു മൂലയ്ക്ക് ഒരു പണിയൊന്നും എടുക്കാതെ ജാസ്മിനെ ശുശ്രൂഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട്. അതേപോലെ തന്നെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാസ്മിൻ ഒരു പണിയെടുക്കാതെ ഒരു മൂലയ്ക്ക് ഗബ്രിക്കൊപ്പം ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഉത്തരം റോക്കിക്ക് ജാസ്മിൻ കൊടുക്കുന്നുണ്ട്. റോക്കി ജാസ്മിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരത്തിൽ തൃപ്തനാണ്. അങ്ങനെയാണ് എന്ന് മനസ്സിലായി, തനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. താൻ പണിയെടുക്കുന്നില്ല, ഗബ്രിക്കൊപ്പമാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നതിന് മറുപടിയായിട്ട് ജാസ്മിൻ പറയുന്നത്, പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ആവശ്യമുള്ള പ്രതികരണങ്ങൾ താൻ നടത്താറുണ്ട്. അത് നമ്മളെല്ലാ ദിവസവും കാണുന്നതാണ്. പക്ഷെ കൂടുതലും പ്രതികരിക്കുമ്പോൾ ഗബ്രിക്ക് വേണ്ടിയുള്ള പ്രതികരണങ്ങൾ വന്നുകൂടുന്നതാണ് പ്രേക്ഷകന് താല്പര്യമില്ലാത്ത ഒരു സംഗതി. ഇവിടെ ഒരു ബലൂൺ എക്സാമ്പിൾ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വളരെ ക്രൂഡായിട്ടുള്ള ഒരു മറുചോദ്യമാണ് റോക്കി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബലൂൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, ഗബ്രിയെ ഇപ്പോൾ നീ ഒരു ബലൂണായിട്ട് കാണുന്നതെങ്കിൽ, അങ്ങനെ ഒരു ബലൂൺ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു ബലൂൺ നീ നോക്കുകയില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് റോക്കിയുടെ ഒരു ഡൗട്ട്. ഇതൊക്കെയാണ് നിലവിൽ ലൈവിൽ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് റോക്കി ചോദിച്ചപ്പോൾ ജാസ്മിൻ കൊടുത്ത ചില മറുപടികൾ. ഹൗസിൽ പൊതുവെ ഈ ഒരു ലവ് ട്രാക്ക് സംസാര വിഷയമാണ്. ഇന്നലെ യമുന റാണി അതേപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടു. അതേപോലെ തന്നെ ശരണ്യ ജാസ്മിൻ ഗബ്രി സംസാരിക്കുന്നുണ്ട്. റസ്മിൻ ജാസ്മിൻ ഗബ്രി ഒരു ഗ്രൂപ്പാണ്. ബാക്കിയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊരു സംസാര വിഷയമാണ്, പുറത്തും ഇതൊരു സംസാര വിഷയമാണ്. ഇതൊരു ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് പോകുന്ന ഒരു രീതി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസരങ്ങളിലൊക്കെ ഇപ്പോൾ ലൈവിൽ കണ്ട ആ ഒരു കാര്യങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ജാസ്മിന് ഹെയ്റ്റ് കുറഞ്ഞു കിട്ടും എന്നെനിക്ക് തോന്നുന്നു. താൻ ഇങ്ങനെ വിവാഹം കഴിക്കത്തുള്ളൂ, തനിക്ക് വേറെ സങ്കല്പങ്ങളുണ്ട്, ഗബ്രി അങ്ങനെയല്ല എന്നൊക്കെ ഉള്ളത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെയ്റ്റ് കുറഞ്ഞു കിട്ടുമെന്ന് തോന്നുന്നു. നന്ദി.